എന്റെ ഈശ്വര. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ഡോക്ടർ ഒരു മരുന്നും തന്നിട്ടില്ല. എല്ലാം ഡ്രാമയാ. അതിന് പിന്നെ എന്തിനാ ബില്ല്? ഈ ഡ്രാമയിൽ ഞാനും അഭിനയിച്ചതല്ലേ. ഓ അത് ശരി. അതിനുള്ള ബില്ലാ തന്നത്. ഓ എടാ, അയാള് നമുക്കിട്ട് പണിഞ്ഞെന്ന് ഉറപ്പാ. ഒരു 5000 പോയിട്ടുണ്ടാവും. അമ്മേ, ഞാൻ അമ്മയുടെ കെഞ്ചി ചോദിക്കാം, എന്തിനാ അമ്മ ആവശ്യമില്ലാത്ത ഈ നാടകമൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കവിന്റെ അച്ഛനും വിജി ചേച്ചിയും തമ്മിൽ എന്താ കാണാൻ പാടില്ല എന്ന് പറയുന്നത്? നമ്മള് ഹോസ്പിറ്റലിലേക്ക് കാറിൽ വരുന്ന വഴിക്ക് ഞാൻ അമ്മയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അമ്മ പേടിക്കുന്നു, വിറയ്ക്കുന്നു, എന്തൊക്കെയോ പിറുപിറുക്കുന്നു. സാധാരണ അമ്മ ഇങ്ങനെയൊന്നും അല്ലല്ലോ. അതിന്റെയൊക്കെ കാര്യം എന്താ? എന്താണെങ്കിലും തുറന്നു പറയാമേ. കഥ അറിയാതെ ഞാനിപ്പോ ആട്ടം കണ്ടോണ്ടിരിക്കുക. എന്തിനാ അമ്മ ഇതിനൊക്കെ എന്നെയും കൂടെ പെടുത്തുന്നത്? ശിവ, കവിന്റെ അച്ഛൻ വിക്രം വേറെ ആരുമല്ലടാ. അവനാ നിന്റെ ചേച്ചി സ്നേഹിച്ച് കല്യാണം കഴിച്ച അവളുടെ ഭർത്താവ്. എന്താ അമ്മ പറഞ്ഞേ? കവിന്റെ അച്ഛൻ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്നോ? എന്ത് ചെയ്ത്? അമ്മ തെളിച്ചു പറ. എടാ, നിന്റെ ചേച്ചി ഒരാളെ സ്നേഹിച്ച് വീട് വിട്ടിറങ്ങിപ്പോയി കല്യാണം കഴിച്ചില്ലേ? ആ പയ്യൻ വേറെ ആരുമല്ല, അത് ഈ വിക്രമാ. അതുപോലെ അവർക്ക് 2 പേർക്കും പിറന്ന ഇരട്ട കുട്ടികളാ. ഒന്ന് നിലയും മറ്റൊന്ന് അവന്റെ കൂടെയുള്ള കവിനും. എന്താ പറയുന്നേ? കവിൻ നമ്മുടെ ചേച്ചിയുടെ മോനോ? അതേടാ. പെൺകുഞ്ഞ് മരിച്ചു എന്നാ നിന്റെ അളിയൻ വിചാരിച്ചിരിക്കുന്നത്. ആൺകുഞ്ഞ് മരിച്ചു എന്ന് നിന്റെ ചേച്ചിയും വിചാരിച്ചു. എന്നാ അത് 2 സത്യമല്ല. 2 കുഞ്ഞുങ്ങളും ജീവനോടെ ഉണ്ട്. അച്ഛന്റെ അടുത്ത് ഒരാളും അമ്മയുടെ അടുത്ത് ഒരാളുമായിട്ട് പിരിഞ്ഞു ജീവിക്കാം. വിക്രമും വിജി നേരിട്ട് കണ്ട എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. 2 പേരെ ഇരുത്തി എന്താ ഏതാന്നൊക്കെ സംസാരിച്ച് ഒരു പരിഹാരം ഉണ്ടാക്കാന്ന് വിചാരിച്ച അതിനുള്ള സാധ്യത ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാ ഇവരെ 2 പേരെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ കുഞ്ഞുങ്ങളെ വെച്ചൊരു പ്ലാൻ ഉണ്ടാക്കിയത്. എടാ, നീയെങ്കിലും അതിന് എന്നെ ഒന്ന് സഹായിക്കടാ. അമ്മേ, അമ്മ എന്ത് ഈ പറയുന്നത്? ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം ഉണ്ടാവാൻ ഞാൻ സപ്പോർട്ട് ചെയ്യാതിരിക്കുവോ അമ്മേ? പക്ഷേ അവര് തമ്മിൽ പിരിയാൻ കാര്യം എന്താ? അതിന്റെ കാരണമൊന്നും എനിക്ക് അറിയില്ലടാ. അതൊന്നും അന്വേഷിക്കാനിട്ട് ഞാൻ പോകുന്നില്ല. അവരെന്ത് കാരണം കൊണ്ട് വേർപിരിഞ്ഞാലും അതിനെ പറ്റിയൊന്നും നമ്മൾ അന്വേഷിക്കാതെ അവരെ 2 പേരെയും നമ്മുടെ ജീവൻ കൊടുത്ത് നമുക്ക് ഒന്നിപ്പിക്കണം. അത് മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. ഉറപ്പായിട്ടും നമുക്ക് ഒന്നിപ്പിക്കാം. എന്നാ ഒന്ന്, യാതൊരു കാരണവശാലും നിന്റെ ചേച്ചി ഇത് അറിയില്ല എന്ന് എനിക്ക് സത്യം ചെയ്തു തരാം. സത്യമായിട്ട് പറയില്ലമ്മേ. ശിവ ചേച്ചി, ഞാൻ ബില്ല് പേ ചെയ്തു. ശരി ചേച്ചി. നീ അമ്മയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോയിക്കോ. ആ ഓക്കെ ചേച്ചി. ഞാൻ കടയിൽ നിന്ന് അങ്ങനെ വന്നതാ. കടയിൽ പോയിട്ട് ജോലിയൊക്കെ തീർത്തിട്ട് രാത്രി വന്നേക്കാം. ആ അത് മതി. നീലക്കുട്ടി, മുത്തശ്ശിയുടെ കൂടെ മിടുക്കിയായിട്ട് വീട്ടിലേക്ക് പോ. ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അമ്മ വന്നേക്കാം. ശരി അമ്മ, നോക്കണേ. ശരി ചേച്ചി. സർ, ഇതുവരെ വന്ന ലോഡൊക്കെ ഞങ്ങളിവിടെ ഇറക്കി വെച്ചെല്ലാം സെറ്റാക്കി. ഇനി സെയിൽസിന് ആവശ്യമുള്ളത് ഗോഡൌണിൽ നിർത്തൊന്ന് സോർട്ട് ചെയ്താൽ മതി. ആ ശരി സാർ, ചെയ്തേക്കാം. ഓക്കെ, ഞാൻ ചെയ്തേക്കാം. ആ ശരി. ആ ശരി. സന്തോഷ് മാധവ, ആ വിജയെ കാണുന്നില്ലല്ലോ. കടയിൽ മുഴുവൻ ഞാൻ നോക്കി, ഒരിടത്തും എന്നോട് ചോദിക്കുന്നതിനാ? ഞാൻ അല്ലെങ്കിലേ വേറെ കുറെ പ്രശ്നങ്ങളാണ് നിൽക്കുന്നത്. ഏതെങ്കിലും സെക്ഷനിൽ വല്ല ജോലി ചെയ്ത് നിൽക്കുന്നുണ്ടാവും. എവിടെ? അവള് കാണുന്നില്ലെന്നേ. നിങ്ങളിവിടെ നോക്കൊന്നും വേണ്ട, അവള് കടയിലൊന്നും ഇല്ല. എന്താ പറഞ്ഞേ? അവൾ എവിടെ പോയെന്നാ പറഞ്ഞേ? പൂച്ചയില്ലെങ്കിൽ എനിക്ക് നെകളിപ്പ് കൂടില്ലേ? അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞിട്ട് അവൾ അവളുടെ ഇഷ്ടത്തിന് സ്കൂട്ടർ എടുത്തിട്ട് എങ്ങോട്ടാണെന്ന് അറിയില്ല ഇറങ്ങിപ്പോയി. പോയിട്ട് കുറെ നേരമായി. ഇപ്പോഴൊന്നും വരുമെന്നും എനിക്ക് തോന്നുന്നില്ല.
എന്നോട് ചോദിക്കാതെ കടയിൽ നിന്ന് പുറത്തു പോകാൻ ധൈര്യമായി അവൾക്ക്. നോക്കിക്കോ, ഈ കടയിൽ നിന്ന് തന്നെ നിന്നെ പുറത്താക്കും ഞാൻ.